മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. ഈ സമരത്തിൽ ആന്റി നാഷണൽസ് ഉണ്ട്, ഫ്രീ ഷർജിൽ ഇമാം എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചവരുണ്ട്, അല്ലാഹു അക്ബർ വിളിച്ചവരുണ്ട്, ഭാരത് തെരെ ടുക്കഡേ ഹോങ്കെ വിളിച്ചവരുണ്ട്. പാകിസ്ഥാൻ്റെ ഹാൻഡിലുകൾ 480 എണ്ണം ഡൽഹി പോലീസ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഖത്തറിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ആ പ്രശ്നം അങ്ങനെ നിൽക്കുന്നു. UAPA കേസിലെ പ്രതികൾ വരെ ജന്തർ മന്ദിറിലുണ്ട്, അറിയാം. അവരെ നോട്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അവരുടെ ഹിസ്റ്ററി ഷീറ്റേഴ്സാണ് അവരെല്ലാം, അവരുടെ ഡീറ്റെയിൽസൊക്കെ കയ്യിലുണ്ട്. ലെഫ്റ്റ് ടു മൈസെൽഫ്, എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് നിങ്ങളോട് പറയാം. ഐ വിൽ ഇമ്പോസ് കർഫ്യൂ ഇൻ ദാറ്റ് ഏരിയ. അല്ല, ജന്തർ മന്ദർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും, 3 തവണ ആവശ്യപ്പെടും, പിന്നെ വെടിവയ്ക്കും. ആളുകൾ ചിതറിയോടും. കുറേ പേര് മരിക്കും, കുറേ പേര് മരിക്കില്ല, കുറേ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിലെത്തിക്കും. സോ മെനി തിങ്സ് വിൽ ഹാപ്പൻ. നൗ ശരി, ഞാനിങ്ങനെ ചെയ്യുന്നു, ഇതൊരു സൊല്യൂഷനാണ്. ക്ലീൻ ആജിറ്റേഷനൊക്കെ സപ്രസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കേട്ടില്ലേ? ഞാനിവിടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് TG മോഹൻദാസിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് BJPയുടെ ഔദ്യോഗിക നിലപാട് പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ അതൊക്കെ തന്നെ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. TG മോഹൻദാസ് അറസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞ് നിരന്തരം നമ്മുടെ മാധ്യമങ്ങളിൽ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഞായറാഴ്ചയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് മനഃപൂർവ്വമാണ് എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. അതായത് ഞായറാഴ്ച അറസ്റ്റ് ചെയ്യാം, എന്നിട്ട് പിറ്റേ ദിവസത്തേക്ക് എത്തിക്കുക ആണ് ഇവരുടെ ലക്ഷ്യം എന്നുള്ളതൊക്കെ ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. TG മോഹൻദാസ് എവിടെയും ഒളിവിൽ പോയിട്ടില്ല, ഒരു അസുഖവും അഭിനയിച്ചിട്ടില്ല. അദ്ദേഹം കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്യാൻ നിന്നുകൊടുത്തു എന്നുള്ളത് തന്നെയാണ് നമ്മൾ നമുക്കൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ എന്താണ് ഇദ്ദേഹം പറഞ്ഞത് എന്ന് പുറത്തേക്ക് വിടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗമെടുത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അദ്ദേഹം കൃത്യമായിട്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, നമ്മുടെ രാജ്യത്തിനെതിരെ, നമ്മുടെ ഭാരതത്തിനെതിരെ കൃത്യമായിട്ട് മുദ്രാവാക്യങ്ങൾ CJP നടത്തിയിട്ടുള്ള സമരത്തിൽ, കലാപത്തിൽ ഉയർന്നിട്ടുണ്ട്. ഡൽഹി പോലീസ് 480 ഹാൻഡിലുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഖത്തറിൽ നിന്ന് പോലും ഇവിടേക്ക് ഫുഡ് ഓർഡർ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തിനെതിരെ കൃത്യമായിട്ട് മുദ്രാവാക്യങ്ങൾ ഉയരുന്നു, പല തോന്നിയ മുദ്രാവാക്യങ്ങളും അവിടെ ഉയരുന്നുണ്ട്. ഈ സിറ്റുവേഷൻ ഞാൻ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ, അതായത് അദ്ദേഹം തന്നെ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്, സാങ്കല്പികമായി ഞാൻ ഈ പ്രക്ഷോഭത്തെ എങ്ങനെയായിരുന്നു കൈകാര്യം ചെയ്യുക, എനിക്കിതിനൊരു അവസരം കിട്ടിയാൽ ഞാൻ ജനങ്ങൾക്ക് 3 തവണ മുന്നറിയിപ്പ് കൊടുക്കും. ഒരിക്കലും വിദ്യാർത്ഥികൾ എന്നല്ല പറയുന്നത്, ഞാൻ മുന്നറിയിപ്പ് കൊടുക്കും, 3 തവണ മുന്നറിയിപ്പ് കൊടുക്കും, അതിനുശേഷം പിരിയാൻ പറയും, അതിനുശേഷമാണ് നടപടി എടുക്കുക എന്നുള്ളതൊക്കെ തന്നെ സാങ്കല്പികമായി എനിക്കിത്തരത്തിൽ, അതായത് എനിക്കിത്തരത്തിൽ ഒരു അവസരം ലഭിച്ചാൽ അത് തീർത്തും സാങ്കല്പികല്ലേ. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയോ ഒക്കെ സാങ്കല്പികമായിട്ട് ഇത്തരം ഒരു ഉത്തരവാദിത്തത്തിലേക്ക് ഞാൻ എത്തുകയാണെങ്കിൽ എന്ന് സാങ്കല്പികമായിട്ടല്ല അദ്ദേഹം പറയുന്നത്. അതിന് ഈ കോടതിയിൽ അത് നിയമപരമായിട്ട് എത്രത്തോളം നിലനിൽക്കും എന്നുള്ളതൊക്കെ നമുക്ക് ഏതായാലും കാത്തിരുന്ന് കാണാം. എന്നെ ലളിതമായ ചോദ്യമാണ്, ഈ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് ഒരു വലിയ അറസ്റ്റും കാര്യങ്ങളൊക്കെ, ഇനി നിയമപരമായിട്ട് തെറ്റാണെങ്കിൽ നമ്മൾ ഇതിനെയും അംഗീകരിക്കുന്നൊന്നുമില്ല. RSS കൃത്യമായിട്ട് ഇതിനെ തള്ളിപ്പറയുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. TG മോഹൻദാസ് പറഞ്ഞിട്ടുള്ള നിലപാടിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. BJPയുടെ നിലപാട് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ലേറ്റസ്റ്റ് ആയിട്ട് BJP ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അവധി ദിവസം നോക്കി TG മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് തികച്ചും വിവേചനപരവും അപലപനീയവുമാണ്. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെ വീഴ്ചകളിൽ നിന്നും തീരദേശ മേഖലകളിലെ ജനങ്ങളുടെ പ്രതിഷേധങ്ങളിൽ നിന്നും ഉയരുന്ന ചോദ്യങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണോ ഈ അറസ്റ്റ് നാടകം? TG മോഹൻദാസ് നടത്തിയ ചില പരാമർശങ്ങൾ സ്വാഗതാർഹമല്ല. എന്നാൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ വധിക്കുമെന്ന് പരസ്യമായി ഭീഷണി മുഴക്കിയവർക്കെതിരെ നിരവധി പരാതികൾ നൽകിയിട്ടും നടപടിയെടുക്കാതെ സംരക്ഷിക്കുന്ന സമീപനം എന്തുകൊണ്ടാണ്?
ഒരാൾക്ക് ഒരു നിയമം, മറ്റൊരാൾക്ക് മറ്റൊരു നിയമം. ഇതാണോ UDF സർക്കാരിന്റെ നീതി? തീരദേശ മേഖലകളിൽ മത്സ്യത്തൊഴിലാളികൾ ദുരിതത്തിൽ പെടുമ്പോൾ ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതിൽ സർക്കാർ പരാജയപ്പെടുകയാണ്. നീണ്ടകരയിലും മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലും സർക്കാർ സംവിധാനങ്ങളുടെ വീഴ്ചകൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. മഴക്കെടുതിയിലും മണ്ണിടിച്ചിലും ദുരിതം അനുഭവിക്കുന്നവരുടെ വീടുകളിലെത്തി ആശ്വസിപ്പിക്കേണ്ട ജനപ്രതിനിധികൾ രാഷ്ട്രീയ വിവേചനത്തിന്റെ പേരിൽ മാറി നിൽക്കുന്ന സാഹചര്യം കേരളത്തിന് അപമാനകരമാണ്. വന്ദേമാതരം, VD സവർക്കർ തുടങ്ങിയ വിഷയങ്ങളിൽ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ച് സമൂഹത്തിൽ മതവിഭജനം വളർത്താനുള്ള ശ്രമങ്ങളിൽ നിന്ന് സർക്കാർ പിന്തിരിയണം. ഇത് BJPയുടെ ഔദ്യോഗിക നിലപാടാണ്. TG മോഹൻദാസുമായി ബന്ധപ്പെട്ട വിഷയത്തില് ഞാൻ കൃത്യമായിട്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം കൂടി മുന്നോട്ട് വെക്കാം. നിയമപരമായിട്ട് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും RSS തള്ളിയിട്ടുള്ളതാണ്. BJP കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് വെക്കുന്നു. എന്റെ കൃത്യമായ ചോദ്യം മുന്നോട്ട് വെക്കുന്നത്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവിനെ പോലും അങ്ങേറ്റം മോശമായിട്ട്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അങ്ങേറ്റം അപമാനിച്ചുകൊണ്ട് ജാൻമണി ഇവിടെ പച്ച മലയാളത്തിൽ തോന്നിവാസം വിളിച്ചു പറഞ്ഞിട്ട് ഇതുപോലെ ഒരു അറസ്റ്റ് നടത്താത്തത് എന്തുകൊണ്ടാ? എന്റെ ലളിതമായ ചോദ്യ. ഞാന് ഇവിടെ മറ്റൊരാളുടെ ഫോട്ടോ കൊടുക്കാം. നിങ്ങൾ ഇവരെ കണ്ടില്ലേ? വയനാട്ടുകാരനാ, അംജദ് അലി എന്ന പേര്. വയനാട്ടിൽ നിന്ന് ലോകം അവസാനിപ്പിക്കാൻ ഡൽഹിക്ക് സമരത്തിന് വണ്ടി കയറിയാ. ഡൽഹിയിൽ നിന്ന് വിളിച്ചു പറയാ ഇതൊരു ലോകാവസാനത്തിനാണ്. ഇവരൊക്കെ നാളെ ഏതൊക്കെ രീതിയിൽ നമ്മുടെ രാജ്യത്തിന് അപകടമാവാൻ സാധ്യതയുണ്ട്. ലോകം അവസാനിപ്പിക്കാനാ പോയത്, അല്ലാതെ സമരം അവസാനിപ്പിക്കാനല്ല. മനോരമയിൽ കൃത്യമായിട്ട് ഇവൻ വിളിച്ചു പറയുന്നത് സകല മലയാളികളും കേട്ടിട്ടുള്ളതാ. ഇവരെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തോ? ഇവരെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇവരൊക്കെ ഏത് രീതിയിലാണ് നമ്മുടെ രാജ്യത്തിനെതിരെ ഇവരൊക്കെ പ്രവർത്തിക്കുക എന്ന് അന്വേഷിക്കാൻ കേരള പോലീസ് അറസ്റ്റ് ചെയ്തോ? അറസ്റ്റ് ചെയ്യൂല. മുസ്ലിം ലീഗാ ഇവിടെ കേരളം ഭരിക്കുന്നത്. മുസ്ലിം ലീഗ് കേരളം ഭരിക്കുമ്പോ ലോകം അവസാനിപ്പിക്കാൻ പോയവരെ ഇവിടെ അറസ്റ്റ് ചെയ്യുന്നില്ല. വിവേകമുള്ള മലയാളികൾ തിരിച്ചറിയണോ? അതായത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയെ പോലും പറഞ്ഞ ജാൻമണിയെ വീട്ടിൽ കയറി കേരള പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ പ്രധാനമന്ത്രിയുടെ അമ്മയെ, പ്രധാനമന്ത്രിയെ അപമാനിച്ച ജാൻമണിക്കെതിരെ ഇവിടെ ഒരു നടപടിയില്ല. ലോകം അവസാനിപ്പിക്കാൻ കേരളത്തിൽ നിന്ന് വണ്ടി കയറിയ അംജദ് അലിയെ ഇവിടെ ഒരു അറസ്റ്റും ചെയ്തിട്ടില്ല, ചോദ്യം ചോദിച്ചിട്ടില്ല. ഇവരൊക്കെ ഏത് രീതിയിലായിരിക്കും ഇനി ലോകം അവസാനിപ്പിക്കാൻ രംഗത്ത് വരിക എന്നുള്ളത് തീർച്ചയായിട്ടും പോലീസ് അന്വേഷിക്കണ്ടേ? അങ്ങനെ എന്തൊക്കെ വിഷയങ്ങൾ കേരളത്തിലുണ്ട്. ഇതൊന്നും ചെയ്യാതെ സാങ്കല്പികമായി പറഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് RSS കൃത്യമായിട്ട് തള്ളിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് BJPയുടെ നിലപാട് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തുകൊണ്ട് ജാൻമണിയെ, പ്രധാനമന്ത്രിയുടെ മാതാവിനെ പോലെ പോലും അപമാനിച്ചവരെ അറസ്റ്റ് ചെയ്യുന്നില്ല? പോലീസ് മറ്റു പല രീതിയിലുമാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് BJP കൃത്യമായിട്ട് നിലപാടെടുത്തു. TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തത്, അദ്ദേഹത്തെ ഒന്ന് ഫോണിൽ വിളിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഓടി പോലീസ് സ്റ്റേഷനിൽ വരില്ലായിരുന്നു. ഞായറാഴ്ച തന്നെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നതും, ജാൻമണിയെ അറസ്റ്റ് ചെയ്യാതെ പ്രധാനമന്ത്രിയുടെ മാതാവിനെ അപമാനിച്ചവരെ അറസ്റ്റ് ചെയ്യാതെയൊക്കെ കേരള പോലീസ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ UDFന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതൊക്കെ വിവേകമുള്ള സകല മലയാളികളും തിരിച്ചറിയുക.